എന്തിനാണ് പിശാചി ഇത്തരത്തിൽ നമ്മെ വേട്ടയാടുന്നത്? അവന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മുസ്ലിമീങ്ങളെ കുഫറിലേക്ക് കൊണ്ടെത്തിക്കുക, അവന്റെ മനസ്സിലെ ഈമാനിനെ തന്നെ കളയുക, അവനെ കൊണ്ട് പല തെറ്റുകളും ചെയ്യിപ്പിക്കും, ഇബാദത്തുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്ന് വിഷമം പറയുകയാണ്. നബിയെ, എനിക്ക് നിസ്കാരത്തിനോടും ഖിറാഅത്തിനോടും വല്ലാത്ത വിരക്തി തോന്നുകയാണ്, എല്ലാം തെറ്റിപ്പോകുന്നു നബിയെ. ഇത് കേട്ട നബി തങ്ങൾ മറുപടി പറഞ്ഞു, അത് ശൈത്വാനാണ്. ആ ശൈത്വാന്റെ പേര് ഹിൻസബ് എന്നാണ്, നിസ്കാരത്തെ പിഴപ്പിക്കുന്നവൻ. നിനക്ക് ശൈത്വാന്റെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, ശേഷം നിന്റെ ഇടത്ത ഭാഗത്ത് 3 പ്രാവശ്യം തുപ്പുക എന്ന്. അങ്ങനെ സ്വഹാബി അപ്രകാരം ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്നും ഹദീസുകളിൽ കാണാം. പരമാവധി ശാരീരിക അസ്വാസ്ഥ്യം കൊടുക്കും, ടെൻഷനും രോഗവും വയറുവേദനയും അങ്ങനെ പലതും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ. കൂടാതെ സ്വപ്നങ്ങളിലും ശൈത്താൻ ബുദ്ധിമുട്ടിക്കുമെന്ന് നബി തങ്ങൾ പറയുന്നു. സ്വപ്നങ്ങൾ 3 വിധത്തിലുണ്ട്. 1 അള്ളാഹുവിൽ നിന്ന്, 2 ശൈത്താനിൽ നിന്ന്, 3 സാധാരണ സ്വപ്നങ്ങളും ഉണ്ടെന്ന്. 5